നല്ല ചാണകപ്പൊടിയും ചകിരിച്ചോറും മേൽമണ്ണും മിക്സ് ചെയ്ത മിശ്രിതം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇടുക. അതിലേക്ക് നമ്മുടെ ഈ സാധനങ്ങളെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള ഭാഗം കൂടി ഇതിലേക്കൊന്ന് നട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വളരും, നല്ല ഭംഗിയായിട്ട് വളരും. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ മണി പ്ലാന്റ്, ലെമൺ മണി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗോൾഡൻ മണി പ്ലാന്റ്. ഇതിൽ നന്നായിട്ട് പടർന്ന് കയറുന്ന മണി പ്ലാന്റിനെ പോലെ തന്നെ പടർന്ന് കയറുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ഭംഗിയുള്ളതാണ്. ഒരു നീളത്തിലുള്ള ലീഫ്, ഒരു ചെറിയ യെല്ലോ കളറായിട്ടുള്ളൊരു ലീഫാണ്. അപ്പം ഇത് നമുക്ക് മണ്ണിൽ വളർത്താം, വെള്ളത്തിൽ വളർത്താം, ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള, നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടി തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പോട്ടോ പ്ലാന്റ് എന്ന് പറയും. അതേപോലെ ലെമൺ പ്ലാന്റ്, ലൈം പ്ലാന്റ്, ഗോൾഡൻ മണി പ്ലാന്റ്, അങ്ങനെ പല പേരും ഇതിനുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ മണ്ണിൽ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഞാൻ തയ്യാറാക്കുന്നത് പോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണും കൂടി തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് പടർന്ന് കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും കുത്തി കൊടുക്കണം. ഞാനൊരു മദർ പ്ലാന്റ് ആയിട്ടും കൂടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതാണിത്. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാം. വെള്ളത്തിൽ നന്നായിട്ട് വളരും. നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഇൻഡോറായിട്ട് വെള്ളത്തിൽ വെച്ച് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് ഈ ഗോൾഡൻ മണി പ്ലാന്റ് എന്ന് പറയുന്ന ലെമൺ മണി പ്ലാന്റ്. അപ്പോൾ ഈ വീഡിയോ ഈ ലെമൺ മണി പ്ലാന്റിനെ കുറിച്ച്, ഗോൾഡൻ മണി പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെയൊക്കെ എല്ലാ ചെടികളും, ഞാൻ ചെയ്യുന്ന എല്ലാ ചെടികളുടെയും അപ്ഡേഷനൊക്കെ നമുക്ക് വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.